എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ വിനീതമായ വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ നിങ്ങളോട് ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കുവാനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട പാസ്റ്റർ ജെയ്സ് ജോർജ് എൻ്റെ ഒരു സ്നേഹിതനാണ്. തൻ്റെ പിതാവുമായിട്ടും അടുപ്പമുണ്ട്, മാതാവുമായിട്ടും പരിചയമുണ്ട്. ഞങ്ങളൊരു ദേശക്കാരാണ്. ഇതിനു മുൻപ് ഞാൻ വെമ്പിളിയിൽ 1 or 2 പ്രാവശ്യം വന്ന് ശുശ്രൂഷകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. വീണ്ടും ഒരു അവസരം കൂടെ ലഭിച്ചതിനാൽ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ട പാസ്റ്റർ തോമസ് സാമുവേൽ, പാസ്റ്റർ ജെയ്സ് ഓർപ്പിച്ചതുപോലെ എൻ്റെ ഫസ്റ്റ് കസിന്റെ മകനാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം വിശ്വാസത്തിലേക്ക് വന്ന പാസ്റ്റർ KT തോമസ് വിശ്വസ്തനായ, ധീരനായ, പരമാർത്ഥിയായ, നിഷ്കളങ്കനായ ആ പടയാളി തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. ആ ദൗത്യത്തിൽ ഒരു പങ്കാളിയാകുവാൻ പ്രിയപ്പെട്ട സാമിനെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നല്ലവനാണ്. ദൈവത്തിന്റെ വിശ്വസ്തത വലുതാണ്. അത് തലമുറയായും നിൽക്കുന്നതാണ്. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഇവിടെ ഈ മഴയും ഇടിയും ഉള്ളത് കൊണ്ട് ഒരു ചെറിയ ഇറിറ്റേഷൻസ് ഒക്കെ ഈ ശുശ്രൂഷയിൽ ഫീൽ ചെയ്യും. നിങ്ങളത് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യും. വചനം തേനിനേക്കാളും തേൻകട്ടേക്കാളും മധുരമുള്ളതാണ്, പ്രാണനെ തണുപ്പിക്കുന്നതാണ്, ആത്മാവിനെയും പ്രാണനെയും സദ്യവഞ്ചകളെയും വേർപിടിക്കുന്ന തുളസി ചെല്ലുന്നതാണ്, മുറിക്കുന്നതാണ്, മുറിവ് കെട്ടുന്നതാണ്, വെളിച്ചം തരുന്നതാണ്, വഴികാട്ടിയാണ്, നിത്യതയിലേക്ക് എത്തിക്കുന്നതാണ്. നന്ദി പറയുന്നു. വചനത്തെ പ്രകാശിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ക്രിസ്തീയ ജീവിതത്തെ ഓട്ടത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. ഒരു നിമിഷം ഒരു ഓടുന്നയാളെ മനസ്സിൽ കാണുക. ഞാനൊരു 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഉത്തരം പറയണ്ട, കാരണം സൂം മീറ്റിംഗിൽ ഉത്തരം പറയാൻ പറ്റൂല. ഓടുന്നയാൾക്ക് ഓടുന്ന കൂട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഉത്തരം പറയുമ്പോഴാണ് അത് സജീവമാവുള്ളൂ. എങ്കിലും ഞാൻ പറയാം. വെള്ളം കുടിക്കാൻ പറ്റുമോ? പറ്റൂല. ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റൂല. വർത്താനം പറയാൻ പറ്റുമോ? പറ്റൂല. ടെലിഫോൺ എടുക്കാൻ പറ്റുമോ? എടുത്താൽ ഓട്ടം നിർത്തേണ്ടി വരും. അപ്പോ ഓടുന്നയാൾക്ക് ഓടുന്ന കൂട്ടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് മനസ്സിലാക്കണം? ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ പാർട്ട് ടൈം ബിസിനസ്. ഇറ്റ് ഈസ് എ ഫുൾ ടൈം ബിസിനസ്. ഇതാണ് ഒന്നാമത്തെ മെസ്സേജ്. സ്പിരിച്വൽ ലൈഫ്, ക്രിസ്ത്യൻ ലൈഫ്, faithful Christian life is not a part-time business. It is a full-time engagement, full-time business. പൂർണ്ണ സമയം ക്രിസ്തീയ ജീവിതം നയിക്കാത്ത ഒരാൾക്കും നിത്യത കണ്ടെത്താൻ പറ്റില്ല. ചിലര് ഞായറാഴ്ച ക്രിസ്ത്യാനികൾ, സൺഡേ ക്രിസ്ത്യൻ,
അമേരിക്കൻസിന്റെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, സൺഡേ ക്രിസ്ത്യനും മൺഡേ ക്രിസ്ത്യനും. സൺഡേ ക്രിസ്ത്യൻ നല്ല ബ്ലാക്ക് സൂട്ട് ഇട്ടിട്ട് ആ സൂട്ടിന്റെ പോക്കറ്റിൽ നല്ല 2 പേനയൊക്കെ കുത്തി ന്യൂ ടെസ്റ്റ്മെന്റ് ഒക്കെ പിടിപ്പിച്ച് സൺഡേയിൽ വരും. ആ കോട്ട് ഊരി ഹാങ്കറിൽ ഇടും. മൺഡേ കോട്ടിൽ പേനായും ഇല്ല, ന്യൂ ടെസ്റ്റ്മെന്റും ഇല്ല. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും എല്ലാം ക്രിസ്ത്യാനി ഒരാൾ തന്നെയാണ്. ഡബിൾ റോളിൽ അഭിനയിക്കാൻ പറ്റുകയില്ല. ഇതൊരു ഫുൾ ടൈം വർക്കാണ്. ഇതാണ് ഒന്നാമത്തെ സന്ദേശം. ഇനി പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് ഓട്ടത്തെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുക, അല്ലയോ പൗലോസെ, അങ്ങ് ഓടിയിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ ഓടി? 3 വാക്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാൻ പറ്റും. ഒന്ന് വായിക്കാമോ? ഫിലിപ്പിയർ 3:14, അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തി 20:24, അതിനുശേഷം 2 തിമോത്തിയോസ് 4:7. 3 വാക്യങ്ങൾ വായിക്കാമോ? ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ആക്ട്സ് 20:24 ആണ്. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. മൂന്നാമത് വായിക്കേണ്ടത് 2 തിമോത്തിയോസ് 4:7. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ആമേൻ. ഈ 3 വാക്യം പോളിന്റെ അനുഭവമാണ്. ഒന്നാമത് താൻ പറയുന്നു, ഐ ആം റണ്ണിങ് റണ്ണിങ് റണ്ണിങ്, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറയുന്നു, എനിക്ക് എന്റെ ഓട്ടം തികയ്ക്കണം 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 തികയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഓട്ടം തികയ്ക്കുന്നതിന് എന്റെ ജീവൻ പോലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോ എന്താ പൗലോസേ നിന്റെ ലക്ഷ്യം? ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അതെന്താണ്? എന്റെ ഓട്ടം എനിക്ക് തികയ്ക്കണം. മൂന്നാമത് അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ ഓട്ടം തികച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ നാം ദൈവസന്നിധിയിലെത്തുമ്പോൾ ഞാൻ ഓട്ടം തികച്ചു. ഐ ഹാവ് ഫിനിഷ്ഡ് my duty, my fight and my running. ഞാൻ എന്റെ ഓട്ടവും എന്റെ പോരാട്ടവും എന്റെ മിനിസ്ട്രിയും ഞാൻ പൂർത്തിയാക്കി. ശുശ്രൂഷ തീർന്നാൽ പിന്നെ ഇവിടുന്ന് പോവുക നല്ലത്. മരണം ഏത് വിധത്തിലായാലും കുഴപ്പമില്ല, ശുശ്രൂഷ തീരുമ്പോൾ ഇവിടുന്ന് പോകണം. ശുശ്രൂഷ തീരുന്നതിന് മുമ്പ് പോകാൻ ആര് വിചാരിച്ചാലും നടക്കത്തില്ല. സ്വയം നമ്മൾ വിചാരിച്ചാലും പറ്റുകയില്ല. അങ്ങനെ വിചാരിച്ചായിരുന്നു ഒരിക്കൽ ഏലിയാവ്. ഞാൻ അങ്ങ് നിർത്തിയേക്കാം. എന്താ കാര്യം? റിസൾട്ട് മോശം. ശുശ്രൂഷയിൽ റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയിൽ വിചാരിച്ച റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ നിർത്തിക്കളയാമെന്ന് ചിന്തിച്ച ആരാ ഇപ്പോൾ ഈ ലൈനിലുള്ളത്? വിചാരിച്ച റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ, വിചാരിച്ച പ്രമോഷൻ ഇല്ലാതെ വരുമ്പോൾ, വിചാരിച്ച ബെനിഫിറ്റ് ഇല്ലാതെ വരുമ്പോൾ, വിചാരിച്ച അംഗീകാരം ഇല്ലാതെ വരുമ്പോൾ, എൻകറേജ്മെന്റ് ഇല്ലാതെ വരുമ്പോൾ നിർത്തിക്കളയാൻ തോന്നുന്നു. പരിശുദ്ധാത്മാവിൽ വാണിംഗ് തരികയാണ്, നിർത്തരുത്. നിന്റെ സകല സങ്കടങ്ങളും തീർക്കുന്ന വിധത്തിൽ നിന്നെ ആദരിക്കാൻ ഒരു സമയം വെച്ചിട്ടുണ്ട്.
ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുത്. ഏലിയാവ് ഓട്ടം നിർത്താൻ കാരണം എന്നാന്നറിയാവോ? ശുശ്രൂഷയിൽ റിസൾട്ട് ഇല്ല, അതാണ്. അത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പുള്ളിക്കാരത്തിയുടെ ഭീഷണിയാണ് എങ്കിലും ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇതാണ് ഉള്ളിക്കിടക്ക്. നീ ഒരുത്തനൊന്നും അല്ല, നീ ലോകം കണ്ടിട്ടില്ലല്ലോ. ലോകം കണ്ടെന്ന് തോന്നുന്നതാ. 1 2 രാജ്യങ്ങൾ പോയിട്ടുണ്ടാവും. നീ ലോകം കണ്ടിട്ടില്ല. പാകിസ്ഥാനിൽ പോലും ധീരതയോടെ കർത്താവിനെ ആരാധിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കളുണ്ട്. സൗദി അറേബ്യയിലുണ്ട്. അതുകൊണ്ട് ഈ പ്രയാസം എന്നൊരു പ്രയാസമല്ല, ഈ കഷ്ടത എന്നൊരു കഷ്ടതയല്ല, ഈ അപമാനം എന്നൊരു അപമാനമല്ല, ഈ ഭീഷണി എന്നൊരു ഭീഷണിയല്ല. ഓട്ടം തികയ്ക്കണം. പ്രിയപ്പെട്ടവരെ, ഓട്ടം തേക്കണേ. ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയരുതെന്ന് പരിശുദ്ധാത്മാവ് മുന്നറിയിപ്പ് തരുന്നു. ക്ലേശങ്ങൾ വരും, കൊടുങ്കാറ്റുകൾ വരും, ഭീഷണികൾ വരും, പ്രതികൂലങ്ങൾ വരും, നിന്ദ വരും, അപമാനങ്ങൾ വരും, ചിലപ്പോൾ പട്ടിണിയും വരും, ആഗ്രഹങ്ങളെല്ലാം നടന്നില്ലെന്ന് വരും. പക്ഷേ പൗലോസ് പറയുന്നു, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ ഓട്ടം തയ്ക്കണം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെ പൗലോസ് അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇത്ര നേരം ഞാൻ പറഞ്ഞത് മുഖവുരയാണ്. ഇനിയും ക്രിസ്തീയ ഓട്ടത്തെ കുറിച്ച് 5 കാര്യം പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. 1, ഓട്ടവും നോട്ടവും. 2, ഓട്ടവും ലക്ഷ്യവും. 3, ഓട്ടവും തടസ്സവും. 4, ഓട്ടവും അനുകൂല സാഹചര്യവും. 5, ഓട്ടവും നേട്ടവും, ബെനിഫിറ്റ്സ്. ഇനി ഒന്നാമത്തെ വിഷയം ചിന്തിക്കാം, ഓട്ടവും നോട്ടവും. നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ കർത്താവ് ബിഗിനർ മാത്രമല്ല, ഫിനിഷറും കൂടെയാണ്. ഫിലിപ്പിയർ 1:4. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് ആരംഭിച്ച പ്രവൃത്തി അവൻ തികയ്ക്കുന്നവനാണ്. അവൻ നിശ്ചയമായും അവൻ ആരംഭിച്ചതിനെ തികയ്ക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പൂർത്തി വരുത്തുന്നവനാണ്. നമ്മുടെ കർത്താവ് പൂർത്തി വരുത്തുന്നവനാണ്. നമ്മുടെ കർത്താവ് വിശ്വാസത്തിന്റെ നായകനാണ്. മാത്രമല്ല രക്ഷാനായകനുമാണ്. ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ ആൻഡ് ക്യാപ്റ്റൻ ഓഫ് അവർ ഫെയ്ത്ത്. ആകയാൽ ഇന്ന് പകലിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. നമ്മുടെ നോട്ടം യേശുവിലായിരിക്കണം. അതാണ് ഓട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. ഈ വിശ്വാസത്തിൽ വന്ന പലരും പിന്നീട് തളർന്നുപോയി. അതിന്റെ കാരണം അവരുടെ നോട്ടം തെറ്റിപ്പോയി. മനുഷ്യരെ നോക്കി, പാസ്റ്ററെ നോക്കി, ലീഡേഴ്സിനെ നോക്കി, പിന്മാറ്റക്കാരെ നോക്കി, അങ്ങനെ നോട്ടം പലയിടത്തേക്ക് മാറിയപ്പോൾ
ഓട്ടം തെറ്റി. ഓട്ടം കുഴയാതിരിക്കണമെങ്കിൽ നോട്ടം തെറ്റാതിരിക്കണം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. എന്റെ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ ക്രിസ്തീയ ഓട്ടത്തിൽ നിങ്ങൾ നിശ്ചയമായും കർത്താവിനെ മാത്രമേ നോക്കാമൂ. പാസ്റ്റർമാരെ നോക്കരുത്, നേതാക്കളെ നോക്കരുത്, പണത്തെ നോക്കരുത്, സൗന്ദര്യത്തെ നോക്കരുത്. കർത്താവിനെ നോക്കുക. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, അവൻ പൂർത്തി വരുത്തുന്നവനാണ്, അവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് മാറാത്തവനാണ്, അവൻ നല്ലവനാണ്, അവൻ മതിയായവനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനെ നോക്കാം. രണ്ടാമത്തെ ചിന്ത ഓട്ടവും ലക്ഷ്യവും. അത് മുമ്പേ വായിച്ച വാക്യത്തിൽ ഉണ്ടായിരുന്നു. എന്റെ ഓട്ടം തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. അതാണ് ലക്ഷ്യം. ലക്ഷ്യത്തെക്കുറിച്ച് മറ്റൊരു വാക്യമുണ്ട്. അത് 1 കൊരിന്ത്യർ 9:26 ഒന്ന് വായിച്ചാട്ടെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഈ ബോക്സിങ് കണ്ടിട്ടുള്ളവർക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ തോന്നും ചുമ്മാ ഇട്ട് കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയാണ്. ഞാൻ അങ്ങനെ കളികളൊന്നും കാണാറില്ല, പക്ഷെ ബോക്സിങ് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ ഈ ബോക്സിംഗ് ചാമ്പ്യന്മാര് ഈ ആൾക്കാരുമായിട്ട് ഇടിക്കുന്നത് കുറച്ചേ ഉള്ളു. അല്ലാത്തപ്പോ ഇങ്ങനെ വായുവിൽ ഇടിക്കുക. അതെന്തുവാ? എക്സസൈസാ, പരിശീലനമാ. എപ്പോഴും ഇങ്ങനെ കൈയിട്ട് കാണിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ പൗലോസ് ഇതെല്ലാം കണ്ടിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ നാട്ടിലോട്ടായി ലേഖനം എഴുതുന്നു. അപ്പൊ പറയുകയാണ്, ആകാശത്തെ കുസ്തുന്ന പോലെ അല്ല ഞങ്ങൾ മുഷ്ടിയുദ്ധം. ബോക്സിംഗ് ആയി പറയുന്നത്, റെസ്ലിംഗ് ആണ്. അങ്ങനെയല്ല. കറക്റ്റ് ലക്ഷ്യമുണ്ട് ഞങ്ങളുടെ ഓട്ടത്തിന്. ഇപ്പൊ എല്ലാവർക്കും ലോക്ക്ഡൌണാ, പക്ഷെ പെന്തിക്കോസ്തുകാർക്ക് ലോക്ക്ഡൌൺ ഇല്ല. ബാക്കി മുഴുവൻ മതങ്ങളും അടച്ചുപൂട്ടിയല്ലോ. പക്ഷേ ഇപ്പൊ ഇവിടെ ജെയ്സ് പാസ് അനൗൺസ് ചെയ്തു, ഒറ്റ മീറ്റിംഗും മുടക്കുന്നില്ല, എല്ലാ മീറ്റിംഗാ. അല്ല, മീറ്റിംഗ് കൂടുക ചെയ്തത്, കുറയല്ല ചെയ്തത്. ഒരു ഭാവന കഥ വാട്സപ്പിൽ വന്നത് പറയാം, നിങ്ങൾ വായിച്ചു കാണും, എന്നാലും പറയാം. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് സാത്താൻ യഹോവയുടെ സന്നിധി നിൽക്കാൻ ചെന്നു, ഇയ്യോബിന്റെ കാലത്ത് ചെയ്യുന്ന പോലെ. അപ്പൊ അങ്ങനെ നിൽക്കാൻ ചെന്നപ്പോ കർത്താവ് ചോദിച്ചു, നീ പെന്തിക്കോസ്തുകാരെ കണ്ടോ? കണ്ടു. അവരെന്നാ എടുക്കുക? അവര് നല്ല ശക്തമായ ആരാധനയാ, നല്ല കൂടിയ കീബോർഡും ഡ്രം സെറ്റും ഗിറ്റാറൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് ആരാധിക്കുക. അപ്പൊ കർത്താവ് പറഞ്ഞത്രേ, ഇപ്പൊ നീ ഏദൻ തോട്ടം മുതൽ കളിച്ചിട്ട് ഇപ്പൊ എന്തായി? എന്നെ ആരാധിക്കാൻ ജനം ഉണ്ടല്ലോ, ജീവൻ കളഞ്ഞ് ആരാധിക്കുന്ന നീ കണ്ടോ? ഉടനെ ഇവൻ പറഞ്ഞു, ഒരു കൊറോണ ഒന്ന് അയക്കാവോ? ഒരൊറ്റ കൊറോണ അയച്ചാ മതി. തമ്പുരാൻ പറഞ്ഞു, ഓക്കെ അയച്ചേക്കാം. അയച്ചു. ഭാവനയാണേ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് സാത്താൻ വീണ്ടും ചെന്നപ്പോ ദൈവതമ്പുരാൻ ചോദിച്ചു, എന്നാ വന്നേ? നീ പറഞ്ഞല്ലോ വലിയ ആരാധന ഉണ്ടെന്നൊക്കെ തേപ്പിച്ച മുഴുവൻ ഹോള് ഞാൻ പൂട്ടിച്ചെന്ന് പറഞ്ഞു. ഒരൊറ്റ ഹോളെങ്കിലും ഉണ്ടോ നോക്കാൻ പറഞ്ഞു. അപ്പൊ ദൈവം തമ്പുരാൻ പെട്ടെന്ന് ഗബ്രിയേലിനെ വിളിച്ച് ഒന്ന് മൊത്തത്തിൽ നോക്കിയിട്ട് ഹോള് പൂട്ടി, പക്ഷെ ആരാധന നിന്നോ നോക്കാൻ പറഞ്ഞു. ഗബ്രിയേൽ വന്നേച്ച് പറഞ്ഞു, അന്നൊക്കെ ഞായറാഴ്ച മാത്രമേ കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എല്ലാ ദിവസവും കൂട്ടായ്മയാണ്, എല്ലാ വീട്ടിലും ആരാധനയാണ്. ഒരെണ്ണം നിർത്തിയിടത്ത് 100 എണ്ണം തുടങ്ങി. ഇതാണ് വിഷയം. നമുക്കൊരു ലക്ഷ്യമുണ്ട്.
നമ്മള് കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മാറുന്നവരല്ല. പലരും പലതും പറയും, പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും അല്ല. നമുക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്, നമുക്ക് വളരെ കൃത്യമായ പദ്ധതിയുണ്ട്. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ലോക്ക്ഡൌൺ ആണെങ്കിലും കൊറോണ ആണെങ്കിലും ചിക്കൻ ബോക്സ് ആണെങ്കിലും നമ്മൾ നമ്മുടെ ആരാധന നടത്തിയിരിക്കും. ഓട്ടവും ലക്ഷ്യവും. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആകാശത്തെ കുത്തുന്നത് പോലെ മുഷ്ടിയുദ്ധം ചെയ്യുകയല്ല, നിശ്ചയമില്ലാതെ ഓടുകയല്ല. നായ്ക്കൾ ഓടുന്ന കാണാം. നായ്ക്കള് എവിടെ പോണോ ഒന്നും അറിയത്തില്ല, ചുമ്മാ പോണതാ. അങ്ങനെയല്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്റെ ഓട്ടത്തിന്. മൂന്നാമത്തെ കുറിപ്പ്, ഓട്ടവും തടസ്സവും. എബ്രായർ 12:1 ഒന്നും കൂടെ വായിച്ചാട്ടെ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ. തടസ്സം എന്താണെന്ന് ആ വാക്യത്തിലുണ്ട്. 1 ഭാരം, 2 പാപം. പണ്ടത്തെ ഒരു മലയാളം പാട്ടുണ്ട്, ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. തടസ്സം ഇവിടെ 2 തടസ്സമാണ്. 1 ഭാരം, 2 പാപം. ഏതാ പാസ്റ്ററെ വലിയ തടസ്സം? ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പാപമാണ് വലിയ തടസ്സമെന്നാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒടുവിൽ മനസ്സിലായി ഭാരമാണ് വലിയ തടസ്സം. കാരണം ഞാൻ ദൈവകൃപയാൽ 40 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ വിശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും ഞാൻ പാപം ചെയ്യാറില്ല. ചിന്തയിൽ, നോട്ടത്തിൽ, വാക്കിൽ തെറ്റിയിട്ടില്ലെന്നല്ല പറഞ്ഞ്. ഞാൻ പാപം ചെയ്യയില്ല, ചെയ്യുകയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തില്ല. ദേഷ്യം വരുമ്പം ഒരു വാക്ക് തെറ്റിപ്പോയാൽ ഞാൻ ക്ഷമ ചോദിക്കും. ഒരു അഴിമതിയുടെ പണം എന്റെ കൈ വരികയില്ല. ഒരു തെറ്റായ ബന്ധങ്ങൾ, വഴിവിട്ട ബന്ധങ്ങൾക്ക് ഞാൻ കൈ കൊടുക്കത്തില്ല. അർഹതപ്പെടാത്ത ഒരൊറ്റ പൈസ എന്റെ കയ്യിലില്ല. ആരെയും ചതിച്ചിട്ടില്ല, ചതിക്കുകയുമില്ല. അഹങ്കാരം പറയല്ലേ, പാദം പിടിച്ച് പറയുകയാണ്. കൃപ കൊണ്ടാണ്. എന്നാൽ ഭാരമുണ്ട്. ഭാരം ഇല്ലെന്നൊന്നും പറയാനുള്ള തന്റെ ഇടം എനിക്കില്ല. ഭാരം ഉണ്ടെന്ന് തന്നെയല്ല, ഒരു ചെറിയ ഭാരം വരുമ്പോഴത്തേനും വാടിപ്പോവും. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് വന്നാലും ഞാൻ പതറുകയായിരുന്നു. വരുമ്പോ അറിയാം. കഴിഞ്ഞ ദിവസം ഒരു യുവ സുവിശേഷകനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ പുള്ളി പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എനിക്ക് തന്ന 3 മക്കളെ നീ അങ്ങ് എടുത്താലും ഞാൻ നിന്നെ പിൻപറ്റും. ഞാൻ പറഞ്ഞു, മണ്ടത്തരം ഒന്നും പറയരുതേ, വെല്ലുവിളിയൊന്നും നടത്തരുതേ. ഇങ്ങനെ വെല്ലുവിളിച്ച ഒരാളായിരുന്നു പത്രോസ്. ഞാൻ നിനക്ക് വേണ്ടി എന്റെ ജീവനെ വെച്ച് കളയെന്ന് പറഞ്ഞപ്പോ കർത്താവ്, ജീവനൊന്നും വെക്കണ്ട, അത്രയൊന്നും ചാടണ്ട, തള്ളി അറിയേലെന്ന് പറയരുതാ മതി. ഞാൻ ഇവിടെ കണ്ടിട്ട് പോലും ഇല്ലെന്ന് നീ നാളെ പറയാൻ പോവാ. അപ്പം വീരവാദം ആരും അടിക്കരുത്. സ്നേഹത്തോടെ പറയുന്നു, വിനയത്തോടെ പറയുന്നു, നീ നിന്നതല്ല, നിന്നെ നിർത്തിയത. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. എന്റെ അമ്മയുടെ ഇഷ്ടഗാനമായിരുന്നത്. ഭാരങ്ങൾ
ഇല്ലാത്ത ഒരു വിശ്വാസി ഉണ്ടോ? ഒരു പാസ്റ്റർ ഉണ്ടോ? എന്നാൽ അതെങ്ങനെയാ പാപമാകുന്നേ? പാപത്തെക്കാൾ വലുതാകുന്നത് പറയാം. നിങ്ങൾ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു ഹോംവർക്ക് ചെയ്യണം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 23 മുതൽ 33 വരെ വായിക്കണം. അവിടെ 4 പ്രാവശ്യം പറയുന്നുണ്ട് വിചാരപ്പെടരുത്. Don't worry, don't worry, don't worry. Do not worry. അത് കൽപ്പനയല്ലേ? ഒരു വേദവ്യാഖ്യാതാവിന്റെ വാക്ക് ഞാൻ കടമെടുത്ത് പറയാം. വറി ഈസ് എ കൈൻഡ് ഓഫ് എത്തിസം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്നതിന് തുല്യമാണ് അമിത വിചാരം. ഇതെല്ലാം പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭാരപ്പെടുന്ന ആളാണ്. റിച്ചാർഡ് ഉംബ്രാൻഡിനെ കുറിച്ചൊരു സ്റ്റോറി വായിച്ചു. റിച്ചാർഡ് ഉംബ്രാൻഡ് ഈ സഭയിലെ വിഷയങ്ങളും മറ്റും കൊണ്ട് മനം നൊന്ത് ഒരു ദിവസം രാവിലെ നിരാശപ്പെട്ട് പ്രാർത്ഥിക്കാനൊന്നും ഇരിക്കാതെ ബൈബിള് വായിക്കാതെ ഇങ്ങനെ ഇരിക്കുക. ഭാര്യ ഭക്തിയായ സബീന ഉംബ്രാൻഡ് പല പ്രാവശ്യം ചെന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, അപ്പൊ നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി പെട്ടെന്ന് ഒരു ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. ആരെങ്കിലും മരിക്കുമ്പോ ഇടുന്ന കോട്ടുണ്ട്, അത് അങ്ങനെയുള്ള സമയത്തേ ഇടത്തുള്ളൂ. വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. പുള്ളിക്കാരത്തി അങ്ങനത്തെ ഒരു സൂട്ട് ഇട്ടുകൊണ്ട് പോകും. അപ്പൊ പെട്ടെന്ന് റിച്ചാർഡ് ഉംബ്രാൻഡ് ചോദിച്ചു, ഇതന്നെ ഈ കോട്ട് ഇട്ടുണ്ടോന്ന്, ആരാ മരിച്ചേ? അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, നമ്മുടെ കർത്താവ് മരിച്ചു. അയ്യോ, അതെന്നാ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ നിങ്ങളെന്നാ ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പോ നിങ്ങൾക്ക് വിചാരങ്ങൾ വരാം, പക്ഷെ എന്തു ചെയ്യണം? അത് കർത്താവിന്റെ മേലിടണം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. പ്രിയപ്പെട്ട സഹോദരി, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട വിശ്വാസി, ഞാൻ സ്നേഹത്തോടെ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അപ്പോൾ ഭാരം വിടുക എന്ന് പറഞ്ഞാൽ ഭാരം യേശുവിന്റെ മേൽ വെക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്, മുറുകെ പറ്റുന്ന പാപം. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോ പാപം ക്ഷമിച്ചു, പക്ഷെ പാപം നമ്മെ വിട്ടിട്ടില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, പെനാൽറ്റി കൊടുത്തു, പാപത്തിന്റെ ശിക്ഷ മാറിപ്പോയി, പക്ഷെ പവർ മാറിയിട്ടില്ല. പെനാൽറ്റി ഓഫ് സിൻ തീർന്നു, പവർ ഓഫ് സിൻ തീർന്നിട്ടില്ല, പ്രസൻസ് ഓഫ് സിൻ തീർന്നിട്ടില്ല. പാപത്തിന്റെ ശക്തിയും പാപത്തിന്റെ സാന്നിധ്യവും ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും പറിച്ചെറിയണം തെറ്റായ ചിന്തകളെ, തെറ്റായ മോഹങ്ങളെ, തെറ്റായ ആഗ്രഹങ്ങളെ, തെറ്റായ ബന്ധങ്ങളെ, തെറ്റായ നോട്ടങ്ങളെ പറിച്ചെറിയണം. പറിച്ചെറിഞ്ഞു കളഞ്ഞില്ലെങ്കിൽ മുറുകെ പറ്റുന്നതാണത്, മുറുകെ പറ്റുന്നതാണ്. നാലാമത്തെ പോയിന്റിലേക്ക് ഞാൻ കിടക്കട്ടെ. ഓട്ടവും അനുകൂല സാഹചര്യവും. ഈ ഓട്ടത്തിന് അനുകൂലമായിരിക്കുന്ന എന്താണ്? വായിക്കാം, 12:1. ആകയാൽ നാമും സാക്ഷികളുടെ എത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ. സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ് ഈ ഓട്ടത്തിൽ നമ്മെ സഹായിക്കുന്ന സുപ്രധാന ഘടകം. ഏതാണ് ഈ സാക്ഷികളുടെ സമൂഹം? അത് വായിക്കണ്ട. എബ്രായർ 11:1 മുതൽ അവസാന വാക്യം വരെ വായിക്കുമ്പോൾ ഒരു
40ഓളം ആളുകളുടെ പേര് അവിടെ കാണാം. അതിൽ ഒന്നാമത്തേത് ഹാബേൽ, രണ്ടാമത്തേത് ഹാനോക്ക്, മൂന്നാമത്തേത് നോഹ, നാലാമത്തേത് എബ്രഹാം, അഞ്ചാമത്തേത് ഇസഹാക്ക്, സാറ, യാക്കോബ്, ജോസഫ്, ദാവീദ്, ശിംശോൻ, ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇങ്ങനെ പോകുന്നു. ശലോമോൻ ഇല്ല. ശലോമോൻ ആള് സ്മാർട്ടായിരുന്നു, പക്ഷെ ഈ ലിസ്റ്റിൽ വന്നില്ല. എന്നാന്നറിയാം. അതുകൊണ്ട് ഒത്തിരി ഒന്നും സ്മാർട്ട് ആവണ്ട കേട്ടോ, ഒത്തിരി ഒന്നും സ്മാർട്ട് ആവണ്ട. നിന്റെ വീട്ടുകാരോ ഒക്കെ പറയുമായിരിക്കും നീ സ്മാർട്ട് അല്ലെന്ന്. സാരമില്ല, ഇത്ര സ്മാർട്ട് ആയാൽ മതി. അക്കരെ എത്താലോ. നീ പണക്കാരനായില്ല, നീ വിചാരിച്ചെടുത്ത് എത്തിയില്ല എന്നൊക്കെ ആൾക്കാർ പറയും. ഡോണ്ട് വറി, ഇത്രയും മതി കേട്ടോ. പരിശുദ്ധാത്മാവിൽ ഞാൻ സന്ദേശം അറിയിക്കുക, വെറും പ്രസംഗമല്ല. ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കാൻ പറ, ഇത്രയും മതി. പിള്ളേരോട് പറ, മക്കളെ ഇത് മതി. ഇതെല്ലാം നമുക്കിപ്പോ ഈ കൊറോണ വന്നപ്പോ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്നാ ഉള്ളേ, ഏത് രാജ്യമാ സുരക്ഷിതം? പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ വലിയ ട്രീറ്റ്മെന്റിന് നമ്മൾ വെളിയിൽ പോകാമെന്ന്. എല്ലാം ഇപ്പൊ ഒരുപോലെ ആയല്ലോ. ഈ വൈറസിന്റെ കണ്ണുകൊണ്ട് കാണാൻ മേലാത്ത ഈ വൈറസ് വന്നപ്പോ തീർന്നല്ലോ നമ്മുടെ സാമർഥ്യവും കഴിവും എല്ലാം. അയ്യോ കഷ്ടം, ഇത്രേ ഉള്ളേ ജീവിതം. അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ വിശുദ്ധന്മാരുടെ പട്ടികയിലോട്ട് നോക്കിക്കേ. ഒന്നാമത്തെ ആളെ നോക്കാം, ഹാബേൽ. ആ ആള് ഗാലറിയിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ ഓട്ടം കാണാൻ. നിങ്ങളുടെ ഓട്ടം ശ്രദ്ധിച്ചുകൊണ്ട് ആ പുള്ളിക്കാരൻ ഗാലറിയിൽ ഇരിപ്പുണ്ട്. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് കൈ അടിക്കുക, ഓടിക്കോ, അപ്പ് 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 എന്ന പൗലോസിന്റെ ഭാവന. മേഘപാളികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ ഗാലറിയിൽ അവർ ഇരിപ്പുണ്ടെന്നുള്ള അർത്ഥമാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ മൂലഭാഷയിൽ കിടക്കുന്നത്. ക്ലൗഡ്സ്. അപ്പോ വിശ്വാസ കണ്ണുയർത്തി നോക്കിക്കേ. ഹാബേലിനോട് നമുക്ക് ചോദിക്കാം, അച്ചായൻ ഈ ഓട്ടം ഓടിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ മക്കളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല കേട്ടോ. ഉള്ള സത്യം നിങ്ങളോട് പറയാം. ഞാൻ ഒരു അഴിമതിക്കും കൂട്ടുനിന്നിട്ടില്ല. ഞാന് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചു. എന്റെ ദൈവം എന്നിൽ പ്രസാദിച്ചു എന്നല്ലാതെ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? ചേട്ടനുമായിട്ട് ഒരു കുഴപ്പമില്ല. അസൂയ എന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് എന്നെ തള്ളിക്കൊന്നു. ഇത് ഞാൻ പറയുമ്പോ അനുഭവത്തിൽ നിന്ന് പറയാം. ഒരു സഭ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു ട്രാൻസ്ഫർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു നേതാക്കളെ എടുക്കുക ഒരാവശ്യത്തിന് പോയിട്ടില്ല. എന്നിട്ട് എന്നെ കല്ലെറിയുന്നുണ്ട്. നിങ്ങളെ ഈ യൂട്യൂബൊക്കെ കാണുന്നവർക്ക് അറിയാം, സോഷ്യൽ മീഡിയ നോക്കുന്നവർക്ക് അറിയാം. ഒരു 5-6 കൊല്ലമായി ഏറ് തുടങ്ങിയിട്ട്. എന്ന കാര്യം? വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാനുണ്ടോ? നിങ്ങൾ ചിലരെങ്കിലും കാണുന്നുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരു നല്ല പ്രാഗൽഭ്യമുണ്ട് ആ വിഷയത്തിൽ. കാരണം ഈ ഏറ് തുടങ്ങിയപ്പോ എനിക്ക് നല്ല ഉത്സാഹമായി. കർത്താവ് എനിക്ക് വാതിലുകൾ അങ്ങ് തുറക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈ അസൂയ ഇല്ലാതിരിക്കാൻ എന്നാ മാർഗം? അസൂയ ഇല്ലാതിരിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒരു ജോലി ചെയ്യാതിരുന്ന വെച്ചാൽ മതി. ഒരു ജോലി ചെയ്യാതെ വല്ല കട്ടിലേ കിടന്ന് ഉറങ്ങുവോ വീട്ടിൽ കുത്തിയിരിക്കുകയോ ചെയ്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ജോസഫ് എന്ത് തെറ്റ് ചെയ്തു? അസൂയ. ഹാബേൽ എന്ത് തെറ്റ് ചെയ്തു? അസൂയ. ദാനിയേൽ എന്ത് തെറ്റ് ചെയ്തു? അസൂയ. ദാനിയേലിനെ വകവരുത്താൻ വേണ്ടി പാർലമെന്റിൽ പുതിയ നിയമം തന്നെ കൊണ്ടുവന്നു. അറിയാമല്ലോ, ദാനിയേൽ 6-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. പുതിയ നിയമങ്ങൾ പാസ്സാക്കി ഒരാളെ ഉദ്ദേശിച്ച്. താങ്ക് യു ജീസസ്. ദൂത് പറയുന്നു, മെസ്സേജ്. നിനക്കെതിരെ ഒരു നിയമം പുതുതായിട്ട് കൊണ്ടുവരാൻ പിശാചിന് കഴിയുമെങ്കിൽ
നിനക്ക് അനുകൂലമായ ഒരു നിയമം മാറ്റി എഴുതാൻ ദൈവത്തിന് കഴിയും. താങ്ക് യു ജീസസ്. ഹാബേൽ ഗാലറിയിൽ ഇരിപ്പുണ്ട്. രണ്ടാമത്തെ ആൾ ഹാനോക്കാണ്. പുള്ളിക്കാരനോട് ചോദിച്ചേ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ആബേലിന്റെ അത്രയും പ്രയാസമൊന്നും വന്നില്ല, പക്ഷേ ഭാര്യയും മക്കളും ഒക്കെ ഉള്ളപ്പോ ദൈവത്തോട് കൂടെ നടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഭാര്യയ്ക്ക് ഒത്തിരി സമയം ഭാര്യയ്ക്ക് കൊടുക്കണം, പിള്ളേർക്ക് ഒത്തിരി സമയം കൊടുക്കണം, കൊച്ചുമക്കൾക്ക് സമയം കൊടുക്കണം. പക്ഷെ ഞാൻ ദൈവത്തോട് കൂടെ നടന്നു, 300 വർഷം നടന്നു. ഭാര്യ ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. അപ്പോ കുടുംബ ജീവിതം ആത്മീയതയ്ക്ക് തടസ്സമല്ല. കേൾക്കുന്നുണ്ടോ? ഫാമിലി ലൈഫ് സ്പിരിച്വൽ ലൈഫിന് തടസ്സമല്ല. അതുകൊണ്ട് ഹാനോക്ക് നിങ്ങളോട് പറയുന്നു, നിന്റെ ഭാര്യയോടും മക്കളോടും കൂടെ നീ സ്വർഗത്തിൽ പോണം കേട്ടോ. ഒരാൾ തന്നെ പോയാ പോരാ. ആമേൻ. ഞാന് അനുകൂല സാഹചര്യത്തെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ കാണുന്ന അബ്രഹാമിനെയാണ്. നോഹയാണ്. നോഹയോട് ചോദിച്ചാൽ പറയും, ഞാൻ എന്റെ സ്വന്തം ചെലവിൽ ദൈവം പറഞ്ഞതനുസരിച്ച് കപ്പൽ ഉണ്ടാക്കിയവനാ. കപ്പൽ ദൈവത്തെ അനുസരിച്ചവനാ. പിന്നെ നിങ്ങൾ അടുത്ത് ചെന്ന് ചെവി ചോദിച്ചാൽ പറയും, ഒരു ചെറിയ പാളിച്ച് എനിക്ക് പറ്റി. പെട്ടെന്ന് ദൈവം എന്നെ അങ്ങ് ഉയർത്തി. ഈ ഇരുന്ന് ചെഴുന്നേക്കുന്ന പോലെ ഒരു ഉയർച്ച കിട്ടി. ലോകം മുഴുവൻ പുള്ളിയുടെ പേരിൽ ആധാരം ചെയ്തു കൊടുത്തു. ബൈബിൾ വായിച്ചിട്ടുള്ളവർക്കറിയാം, നോഹയും കുടുംബം ഒഴിച്ച് ബാക്കിയുള്ളവർ മുഴുവൻ പ്രളയത്തിൽ അങ്ങ് മരിച്ചപ്പോ ഭൂമി മുഴുവൻ ആരുടെയായി. ഇവിടെ 10 ഏക്കർ കിട്ടിയാൽ പിന്നെ നമ്മുടെ സ്വഭാവം മാറുമല്ലോ. നല്ല 2 വണ്ടി മേടിച്ചു കഴിയുമ്പോൾ സ്വഭാവം മാറുമല്ലോ. അപ്പൊ ലോകം മുഴുവൻ പുള്ളിയുടെ പേരിൽ എഴുതി കിട്ടി. പുള്ളി ഒരു ഇച്ചിരി കള്ളു കുടിച്ചു. ഇച്ചിരി അല്ല, അത് കുടിച്ചിട്ട് അങ്ങ് വല്ലാണ്ടായി. അത് പിള്ളേരെ ബാധിച്ചു. അങ്ങനെ ഒരു ചെറിയ വിഷമം പുള്ളിക്കുണ്ടായി. എന്നാലും ദൈവം കൈവിട്ടില്ല കേട്ടോ. പുള്ളി കർത്താവിനോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് കാണും. അതുകൊണ്ടാണല്ലോ ലിസ്റ്റിനകത്ത് വന്നേ. ഓക്കെ, അടുത്തയാള് അബ്രഹാമാണ്. സ്വന്തം മകനെ ബലിപീഠത്തിൽ അർപ്പിക്കുവാൻ ധൈര്യം കാണിച്ചവനാണ് അബ്രഹാം. എങ്ങനെ ഈ ഓട്ടത്തിൽ നീ തളരും? നീ തളരരുത്. നീ അബ്രഹാമിനെ നോക്ക്. അബ്രഹാം നിന്നെ നോക്കി കൈയടിക്കുകയാണ്. മോനെ, തളരരുത്, തളരരുത്, തളരരുത്. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. നീ വിജയിക്കും. നാഷണൽ ഗെയിംസിൽ ഓട്ടത്തിനിടയ്ക്ക് കാലിന് പരിക്ക് പറ്റിയ ഒരു ഓട്ടക്കാരൻ ഓടുന്നത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അവൻ ഫസ്റ്റിൽ വരേണ്ട ആളാ. അവൻ ഇടയ്ക്ക് വെച്ച് കാലിന് പരിക്ക് പറ്റി. അവൻ എന്ത് ചെയ്യുന്നറിയാവോ? അവൻ ആ നൊണ്ടിയ കാലം കൊണ്ട് ഓടി. അപ്പോൾ ഗാലറിയിൽ നിന്ന് പോലീസിനെ സെക്യൂരിറ്റിയെ തട്ടി മാറ്റിയിട്ട് അവന്റെ അപ്പൻ ഓടി വന്നു. ഓടി വന്നിട്ട് അവനെ തോളയിൽ താങ്ങി. പക്ഷെ അപ്പോഴേക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡും എല്ലാം കഴിഞ്ഞു. പക്ഷെ അവൻ ആ ലൈൻ ക്രോസ് ചെയ്യുന്നത് വരെ ഓടി. പത്രക്കാരനോട് ചോദിച്ചു, ജയിക്കുകയല്ലെന്ന് കണ്ടിട്ട് പിന്നെ എന്തിനാ ഓടി? ഞാൻ എന്റെ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് പകുതി ഓടാനല്ല, ഞാനത് മുഴുവൻ ഓടി തീർക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് കഷ്ടം വന്നാലും എന്ത് ദുഃഖം വന്നാലും ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർത്തരുതേ. 5-ാമത്തേതും ഒടുവിലത്തേതുമായ ചിന്ത പങ്കുവയ്ക്കട്ടെ. ഓട്ടവും നേട്ടവും. 1 കൊരിന്ത്യർ 9:25 ആരെങ്കിലും വായിച്ചാണ്? 1 കൊരിന്ത്യർ 9:25. അംഗം പുലുന്നവരൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ആമേൻ. ഒരു കിരീടമുണ്ട്, അതാ അതിന്റെ നേട്ടം. ഈ വർജനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ വേർപാട് പാലിക്കുക എന്നാ. PT ഉഷയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇതിന്റെ ട്രെയിനിങ്? ട്രെയിനിങ് കഠിനമാണെന്ന് പറഞ്ഞു. കോച്ച് പറയാത്ത ഒന്നും കഴിക്കാൻ പറ്റില്ല. കോച്ച് പറയുന്ന സമയത്ത് എഴുന്നേക്കണം. 3 മണിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് കടപ്പുറത്ത് ഓടാൻ പോകണം. മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കപ്പ് കിട്ടാൻ വേണ്ടി.
അങ്ങനെയാണ് ഞാൻ നിങ്ങൾ ഇവിടുന്ന് എന്തിനാ വാടാത്ത കിരീടം പ്രാപിക്കും. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കിരീടം പ്രാപിക്കേണ്ട ദിവസമായി കേട്ടോ. ഓട്ടം തീരുന്നാൾ സമീപമായി, കാഹളം കെട്ടിടാൻ സമയമായി, വേഗമോടിടാ. ഓട്ടം തീരുന്നാൾ സമീപമായി, കാഹളം കെട്ടിടാൻ സമയമായി, വേഗമോടിടാം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ യോഗം ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഇൻവിറ്റേഷൻ ആൻഡ് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ ബാബു ചെറിയാനോട് സഭയായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തന്റെ തിരക്കുള്ള ശുശ്രൂഷ മണ്ഡലങ്ങളിലും ദൈവം വചനമായിട്ട് നമ്മുടെ മധ്യത്തിൽ നിൽക്കുവാൻ ദൈവം ഇടയാക്കിയ ഞാൻ കർത്താവിന് സ്തോത്രം കരയറ്റുന്നു. കർത്താവിനോട് ദാസനോടുള്ള പ്രത്യേകിച്ച് സഭയായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. Amen.